പ്രവർത്തനം നിലച്ച ജനകീയ ഹോട്ടൽ ഉപ്പുതറയിൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ഉപ്പുതറ CDS ചെയർപേഴ്സൺ റോസമ്മ ഫ്രാൻസിസ് ജനകീയ ഹോട്ടലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് കാലത്താണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ചത്. സർക്കാർ സബ്സിഡിയിലായിരുന്നു ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് സർക്കാർ സബ്സിഡി നിർത്തലാക്കി. ഇതോടെ നടത്തിപ്പുകാർക്ക് നഷ്ടമുണ്ടായി. ഹോട്ടലുകൾ ഓരോന്നായി ഇതോടെ പൂട്ടി തുടങ്ങി. എന്നാൽ ഉപ്പുതറയിൽ മാർച്ച് 31 വരെ ജനകീയ ഹോട്ടലുകൾ പ്രവർത്തിച്ചിരുന്നു. ഇത് ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാകുകയും ചെയ്തു. ഹോട്ടലിന്റെ പ്രവർത്തനം നിലച്ചതോടെ പാവങ്ങളായവരുടെ ഉച്ചഭക്ഷണവും മുടങ്ങി. ഉപ്പുതറ അനശ്വര NHG സംരംഭം ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായതോടെ ജനകീയ ഹോട്ടലിന് വീണ്ടും ജീവൻ വെച്ചു. 30 രൂപയ്ക്ക് ഇവിടെ നിന്നും ഊണ് കിട്ടുന്നത് സാധാരണക്കാർക്ക് അനുഗ്രഹമാവുകയും ചെയ്തു. ഉപ്പുതറ പഞ്ചായത്ത് ചെയർപേഴ്സൺ റോസമ്മ ഫ്രാൻസിസ് ഹോട്ടലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിശപ്പുരഹിത കേരളം എന്ന പദ്ധതിയാണ് നമ്മുടെ സർക്കാരിൻ്റെ മുന്നിൽ കോവിഡ് കാലത്ത് ജനങ്ങളെ രക്ഷിക്കുക എന്ന അവരുടെ പട്ടിണി അകറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ആവിഷ്കരിച്ചത്. ഏകദേശം 5 വർഷം പൂർത്തിയായി. എന്നാൽ നമുക്ക് ഇടയ്ക്കൊന്ന് നിന്നുപോയെങ്കിലും വീണ്ടും അത് പുനഃസ്ഥാപിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഇനിയും പുതിയ നല്ലൊരു രീതിയിൽ ഈ സംരംഭം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ജെയിംസ് തോക്കൊമ്പിൽ, CPM ജില്ലാ കമ്മിറ്റി അംഗം MJ വാവച്ചൻ, K കലേഷ് കുമാർ, ഷീല രാജൻ, രമ രാജു, സിജോ ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.